പ്രിയപ്പെട്ടവരെ, മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചില പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് ആർക്കും തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുന്നതല്ല. ശിവഭക്തരായിട്ടുള്ള വ്യക്തികളിൽ ഭഗവാന്റെ പരീക്ഷണം അതിതീക്ഷ്ണമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ അവന്റെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ശിവൻ നടത്തുന്ന ഈ പരീക്ഷണങ്ങളെ തിരിച്ചറിയാതെ പലരും വിഷമവൃത്തത്തിൽ ആയിപ്പോകും. തങ്ങൾക്ക് വരുന്ന ധനനഷ്ടത്തെക്കുറിച്ചും തങ്ങൾക്ക് വരുന്ന മറ്റു നഷ്ടങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് വരുന്ന സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചും എല്ലാം ഇവർ വല്ലാതെ ദുഃഖിക്കും. ഒരുപക്ഷെ ഭഗവാൻ തന്നോടൊപ്പം ഇല്ലയോ എന്ന് പോലും ഒരു വേള അവർ സംശയിച്ചു പോകും. ഇതെല്ലാം തന്നെ ഭഗവാന്റെ ഒരു പരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ തന്നെ ഉണ്ടാക്കിയേക്കാം. കാരണം അത് കാണുമ്പോൾ ഈശ്വരനെ എൻ്റെ കൂടെ ഇല്ലേ എന്നൊരു ചോദ്യമായിരിക്കും നമ്മുടെ ഉള്ളിൽ നെള്ളിക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ വിലപ്പെട്ട ഒന്നായിരിക്കും. ശിവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചില പരീക്ഷണ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 9 കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. 9ാമത്തെ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏതോ ആകട്ടെ, നമുക്ക് മനസ്സിൽ വളരെ വലിയൊരു ആശ്വാസം കിട്ടും. കാര്യം പലരും ഇപ്പോൾ തന്നെ ഈ പരീക്ഷണത്തിന്റെ വലയത്തിലാണ് നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഭഗവാനെ കൈകൂപ്പി പ്രാർത്ഥിക്കാനുള്ള ആവേശമുണ്ടായി വരും. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദൈവങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യരെ പരീക്ഷിക്കുന്നത് എന്തിന്? അതായത് അവന്റെ ഭക്തി ഉണ്ടെങ്കിൽ അവന് ഞാൻ ഇത്രയും മാർക്ക് കൊടുക്കും, അവന്റെ ഭക്തി ഉണ്ടെങ്കിൽ ഞാൻ അവനെ കൈവിടുകയില്ല, ഇനി ഒരാള് ഭക്തി കുറവാണെങ്കിൽ അയാളെ കൈവിട്ട് കളയും എന്നുള്ള രീതിയിലൊക്കെ പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലുള്ള പരീക്ഷണം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച ഓരോ വ്യക്തിക്കും ഓരോ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അതിനെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചെല്ലുകയാണ്. കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചെല്ലുകയാണ്. നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ചോദ്യപേപ്പറിലെ ഉത്തരങ്ങൾ കൃത്യമായ രീതിയിൽ പകർത്തിയേ പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുള്ളൂ. അതാണല്ലോ, അതായത് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ ജീവനുകളും ഈ ഒരു പരീക്ഷാ ഹാളിലേക്ക് വീണതായിട്ട് കണക്കൂട്ടുക. പലതരം ജീവനുകളിലൂടെ സംക്രമിച്ച് പലതരം ലോകങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഒടുവിൽ ഭൂമി എന്ന പരീക്ഷണശാലയിലേക്ക് വന്ന് ഇത്രയും കാലം നമ്മൾ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരം എഴുതണം. മാത്രമല്ല, ഈ ടൈമിൽ നമ്മൾ പാഠമാക്കിയ കാര്യങ്ങളെ അവിടെ ചില പ്രാക്ടിക്കൽ ഉണ്ട്, പ്രവർത്തിച്ച് കാണിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചില പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കാണിക്കണം. ചിലതായിട്ട് ഉത്തരം നമ്മൾ പറഞ്ഞ് പ്രവർത്തിച്ചും കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി നമുക്ക് മറ്റുള്ളവർക്കും ഗുണകരമായ ഒരു ജീവിതചര്യയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നാൽ ഈശ്വരഹിതത്തിന് വിപരീതമായിട്ടുള്ള ഏത് കാര്യവും റോങ് ആൻസറാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ അത് ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങളായിട്ട് എടുത്തിട്ട് നമ്മുടെ ജീവിതത്തെ പുതുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ശിവനിലുള്ള വിശ്വാസം കുറയുക എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നുകൂടുമ്പോൾ ചിലർ ദൈവത്തെ മറന്നു പോകുന്ന ചില അവസരങ്ങൾ ഉണ്ടായി വന്നേക്കാം. ചില വ്യക്തികളിലാകട്ടെ അവർക്ക് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തുള്ള അറിവുകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ഈശ്വരനില്ല എന്നുള്ള ചിലർ യുക്തിവാദികളായി മാറും. അങ്ങനെ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ശിവനിൽ നിന്ന് അകന്നു മാറിപ്പോവുക. ചിലർക്ക് മറ്റു ദേവതകളോട് ഇഷ്ടം വരും, ചിലർ മതം മാറിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ പോലും ഉണ്ടായി വന്നേക്കാം. എങ്ങനെയായാലും ശരി, ഭഗവാനുള്ള താല്പര്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. ഭഗവാൻ പരീക്ഷിക്കാണ്. ചില പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് കൂടുതൽ ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യം, അത് ഭഗവാൻ എന്നുള്ള ചൈതന്യമല്ല, ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യത്തിലേക്ക് ഇവന്റെ മനസ്സ് ഉറയ്ക്കുന്നുണ്ടോ എന്നുള്ള ചില പരീക്ഷണങ്ങൾ നടത്തും. അതിൽ പരാജയപ്പെടുന്നവർ ഈ ശക്തി ചൈതന്യം ഇല്ല, ഇതൊരു തോന്നലാണ് എന്നുള്ള മട്ടിലൊക്കെ ചില യുക്തികൾ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. എന്തായാലും നിങ്ങളിൽ ഈ കാലയളവിൽ ഈശ്വരവിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരീക്ഷണത്തിലാണ് എന്നുള്ളത്
ഉറപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ആഗ്രഹിച്ച കാര്യം നിറവേറ്റാൻ താമസമെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആഗ്രഹങ്ങളും അതിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കണം. ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും, പക്ഷെ നമ്മുടെ മോഹങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ ദുഃഖം വരും. എന്നാൽ ചില മനുഷ്യർക്ക് അവരുടെ ആഗ്രഹത്തിന്റെ തൊട്ടടുത്ത് വരെ ചെന്നിട്ട് പെട്ടെന്ന് അതങ്ങ് നഷ്ടമായി പോകും. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ലിസ്റ്റിൽ ജോലിക്ക് വേണ്ടി കടന്നുകൂടി അയാളുടെ തൊട്ട് മുന്നിലെത്തിയപ്പോൾ അയാൾക്ക് ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോവുകയോ വേറെ എന്തെങ്കിലും സംഭവിച്ചു, കാലാവധി കഴിഞ്ഞു പോവുകയോ അങ്ങനെയൊക്കെ ചെയ്തു. ഇങ്ങനെ ദൗർഭാഗ്യങ്ങളുടെ കുറേ നിരകൾ ഒരു മനുഷ്യനെ തേടി വരികയാണെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാൻ നിങ്ങളുടെ ഈ ക്ഷമ എന്ന് പറയുന്ന കാര്യത്തെ പരീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ട് ഇതാ ഇവിടെയല്ല, ഒരല്പം കൂടി മാറിയിട്ടാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്നൊരു സൂചന തരികയാണ്. അതുവരെ ക്ഷമയോടെ സഹിച്ച് മുന്നോട്ട് പോകാനുള്ള സഹനശക്തി നിങ്ങളിലുണ്ടോ എന്നുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഈ അവസരത്തിൽ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ചില തിരിച്ചടികൾ കാണുമ്പോൾ ഇനി ലൈഫേ ഇല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ചിലരുണ്ട്. വെറും തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി നാളെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല എന്ന് തോന്നും. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങൾ സമീപകാലത്ത് നിങ്ങൾക്ക് എത്രയോ പ്രതിസന്ധി വന്നു എന്ന് നോക്കൂ. അതെല്ലാം നിങ്ങൾ തരണം ചെയ്തു വന്നു. ഇപ്പോഴും മുന്നിലുള്ള ഈ പ്രശ്നവും നിങ്ങൾ തരണം ചെയ്യും. അത് ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടായ അത്രയും ശ്രേഷ്ഠം. വളരെ പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചില കാര്യങ്ങൾ ചെയ്തു, പക്ഷേ നമ്മുടെ കൂടെയുള്ളവർ പോലും നമ്മളെ തെറ്റിദ്ധരിച്ചിട്ട് നീ ചെയ്തത് മോശമാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശരിക്കും നമ്മൾ ഒരു തെറ്റും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാൾക്ക് നന്മ വരുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നന്മ വരുന്ന കാര്യമാണ് ചെയ്യാൻ പോയത്. അത് നമുക്ക് മാത്രമേ അറിയൂ. മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വല്ലാതെ തേങ്ങിപ്പോവും. അങ്ങനെ പാടില്ല കേട്ടോ. ഇത് ഭഗവാൻ തരുന്ന ഒരു പരീക്ഷണമാണ്. ഇവിടെയും ഭഗവത് നാമത്തിൽ ഉറച്ചു നിന്ന കാലം നിങ്ങൾ ചെയ്ത നന്മയെ തിരിച്ചറിയും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ആ അവസരം വന്നു ചേരുക തന്നെ ചെയ്യും. നാലാമത്തെ കാര്യം, സത്യത്തിനായിട്ട് നഷ്ടം സഹിക്കേണ്ടി വരിക എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സത്യം പറയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പലർക്കും തങ്ങളുടെ കേവല നേട്ടങ്ങൾക്ക് വേണ്ടി സത്യം പറയുന്നതിന് പകരം കള്ളം പറയുന്നതിന് ചില താല്പര്യങ്ങൾ ഉണ്ടായി വരും. അതിലൂടെ അവർക്ക് ഗുണങ്ങൾ കിട്ടിയേക്കാം. പക്ഷേ ചില വ്യക്തികൾ അങ്ങനെയല്ല. ഈശ്വരന്റെ പ്രതിരൂപത്തെ പോലെ അവർ സത്യത്തെ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിലപ്പെട്ടതായ ചില നഷ്ടങ്ങളും ഉണ്ടായി വരുന്നതാണ്. പക്ഷേ നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായാലും ശരി, ഭാവിയിൽ നിങ്ങൾക്ക് വളരെ നേട്ടം ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ വരും. നിങ്ങളുടെ ചില നേട്ടങ്ങളെ അവിടെ ഒഴിവാക്കിയത് സത്യത്തിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അത് വെറുതെ പോവുകയില്ല. നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങൾ വന്നു ചേരും. ഭഗവാൻ കാട്ടിത്തരുന്ന ഒരു പരീക്ഷണം മാത്രമാണ് ഇതെന്ന് കരുതുക. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക. ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും അതും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷനും നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിനെ പ്രയോജനപ്പെടുത്തുമല്ലോ. അഞ്ചാമത്തെ കാര്യം, വിശ്വാസം തകരുക എന്നുള്ളതാണ്. ചില വ്യക്തികൾക്ക് ഈശ്വരന് മേലുള്ള വിശ്വാസം പെട്ടെന്ന് നഷ്ടപ്പെട്ടു. നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ താൻ പ്രാർത്ഥിച്ചിട്ടും ഒട്ടും ഗുണമില്ല, ഒരിക്കലും ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാവുകയില്ല എന്ന് ഇവർ നിരാശയോടുകൂടി ചിന്തിക്കാൻ തുടങ്ങും. അത്രയും നാളുമുള്ള സന്ധ്യാദീപം തെളിയിക്കൽ, ക്ഷേത്രത്തിൽ പോകൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ മാറ്റിവെക്കും. കുടുംബത്തിനകത്ത് നടന്ന ചില ദുരനുഭവങ്ങൾ കണ്ടപ്പോൾ ഇനി ക്ഷേത്രത്തിലേ പോകുന്നില്ല, ഇനി തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പ്രവേശിക്കുന്നില്ല എന്നൊക്കെ ഉള്ളിൽ ശബ്ദമെടുക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. ചെറിയ ഒരു പരീക്ഷണം മാത്രമാണ് ഈ മായാലോകത്ത് നടന്നതെന്ന് തിരിച്ചറിയാതെയാണ് ഇവർ ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈശ്വരന്റെ ആ ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. നമുക്ക് ദഹിക്കാത്ത ചില സംഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുക. പക്ഷെ അവിടെയും ഈശ്വരവിലാസത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തെ തകർക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം നാളെ ഒരു കാലത്ത് ഏറ്റവും ഭംഗിയായി മാറും എന്നുള്ളൊരു സംശയം വേണ്ട. ആറാമത്തെ കാര്യം, ആത്മപരിശോധന വർദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തിന് ജനിച്ചു? എൻ്റെ കർമ്മം എന്താണ്? എൻ്റെ ദൗത്യം എന്താണ്? ഞാൻ ഭൂമിയിൽ ഒരു ജീവനായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള പരിശോധന, ആത്മപരിശോധനയ്ക്ക് ഈ വ്യക്തികൾ കൂടി വരും. അത്രയും നാളും ഭൗതിക ലോകത്തെ
ചില കാര്യങ്ങൾ മാത്രം, ജോലി, വീട്, കുടുംബം, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ ധാരണകൾ വരും. സ്വന്തം ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരും. അങ്ങനെ വരുന്നൊരവസരം ഭഗവാൻ കാട്ടിത്തരുന്ന ഒരു വെള്ളി വെളിച്ചമാണ്. അതൊരു പരീക്ഷണമാണ്. അത് നിങ്ങളുടെ ചിന്താശകലത്തിന്റെ ശക്തിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നേർവഴിയിലേക്ക്, നേർക്കാഴ്ചകളിലേക്ക് നടക്കുന്നതിന്റെ സൂചനയാണ്. ഏഴാമത്തെ കാര്യം, അഹങ്കാരം തകരുക എന്നുള്ളതാണ്. ചില വ്യക്തികൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിന്മേൽ ഒരു വ്യക്തിക്ക് ആ കോൺഫിഡൻസിന്, ആത്മവിശ്വാസത്തിന് പുറമെ അത് കൂടി വരുമ്പോൾ അതൊരു അഹങ്കാരമായിട്ട് മാറാറുണ്ട്. പലപ്പോഴും തൻ്റെ കഴിവിൽ ഇങ്ങനെ അഹങ്കരിച്ച് കിടക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ചോ ഒരു പൊതുസ്ഥലത്ത് വെച്ചോ താൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ചില അവസ്ഥകൾ ഉണ്ടായി വരും. ഇപ്പോൾ നമ്മളൊരു അഹങ്കരിച്ച ഒരു പാട്ടുകാരനെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ ലക്ഷക്കണക്കിന് പേര് വരുന്ന ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം പാടുന്നതെല്ലാം മോശമാകുന്നു. ആൾക്കാരുടെ കൂവലുകൾ കേൾക്കേണ്ടി വരുന്നു. അയാൾ അത്രയും നാളും വളർത്തിക്കൊണ്ടുവന്ന അയാളുടെ സ്റ്റാറ്റസ് നശിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അഹങ്കാരത്തെ തകർക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടായി വരിക എന്ന് പറയുന്നത് ഒരു പാഠമാണ്. ചില വീഴ്ചകൾ ആ സമയത്ത് ഉണ്ടായാൽ മാത്രമേ പിന്നെയും നമുക്ക് കുതിച്ചുയരാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു പ്രപഞ്ച സത്യത്തെ നമുക്കവിടെ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിൽ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടേക്കാം. നമ്മളത് ബോധപൂർവം ഉണ്ടാക്കിയ അഹങ്കാരമല്ല. പക്ഷേ നമ്മൾ എവിടെയൊക്കെയോ ഏതൊക്കെയോ തലത്തിൽ ഒരു അഹങ്കാരിയായിട്ട് മാറിയിട്ടുണ്ട്. അത് പ്രകൃതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ചില വീഴ്ചകളിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക. നമുക്ക് ഭഗവാനെ നേർവഴി കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാം. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി നേടിയെടുക്കുകയും ചെയ്യാം. എട്ടാമത്തെ കാര്യമാണ് സാമ്പത്തിക വെല്ലുവിളികൾ എന്നുള്ളത്. അത് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ഒരുപോലെ സംഭവിക്കും. അതായത് ഒരാൾക്ക് കയ്യിൽ ധാരാളം സാമ്പത്തിക സ്ഥിതിയുണ്ട്, പക്ഷെ അയാൾക്ക് ആ സമ്പത്ത് കൊണ്ട് ഗുണമില്ലാത്ത തൻ്റെ സാമ്പത്തികമായിട്ടുള്ള നിലവാരം വെച്ചിട്ടും തൻ്റെ മനസ്സിനെ അടക്കാൻ പറ്റാതെ വരിക, തൻ്റെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ പോവുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടായി വരും. ചില വ്യക്തികൾക്ക് സാമ്പത്തികമായി വളരെ വലിയ ശോഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ്. ഇവിടെ അടിയുറച്ച വിശ്വാസത്തോടു കൂടി ഭഗവാനിൽ തന്നെ അർപ്പിതമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ പ്രയാസങ്ങളെല്ലാം മാറാനുള്ള പുതിയ പോംവഴികൾ ഭഗവാൻ കാട്ടിത്തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒൻപതാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഇൻട്രോയിൽ തന്നെ പറഞ്ഞു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടുക എന്നുള്ളത്. ചിലർ ചോദിക്കും, ഭഗവാൻ പരീക്ഷിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒന്നിനെ എടുത്തുകൊണ്ടാണോ ഭഗവാൻ പരീക്ഷിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഭൂമിയിൽ കാണുന്ന മായക്കാഴ്ചകളാണ് ഇല്ല എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മളൊരു പരീക്ഷണശാലയിലേക്ക് പരീക്ഷിക്കാൻ വേണ്ടി പല പല ജന്മങ്ങൾ പല ലോകത്തു നിന്ന് വന്ന ഒരാളായിട്ട് മാത്രം സങ്കല്പിക്കുക. കാര്യം അവിടെ നിന്ന് പഠിച്ച പാഠങ്ങളുടെ ഒരു പരീക്ഷാ ഹാൾ ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഡ്യൂട്ടികളുണ്ട്. അപ്പം ഇവിടെ ഉള്ള ഒരു വലിയ കാര്യമാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വസ്തുതയും എന്തോ ആവട്ടെ ഒന്ന് നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അതിന് പിന്നിൽ നമുക്ക് ഒരുപാട് പെയിൻ വരും. പിന്നീട് ചിന്തിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ദുഃഖം വരും. ദുഃഖം വരാതിരിക്കുന്നില്ല ഒരു മനുഷ്യന്. പക്ഷെ ശാശ്വതമായ ശക്തി ശിവനാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സ് മുഴുക്കെ ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, നമുക്ക് ആ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ആനന്ദാനുഭൂതി കിട്ടും. നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് ചില തിരിച്ചറിവുകൾ കിട്ടും. നമുക്ക് ഒരു നേർവഴി, ഏതോ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരും. എല്ലാത്തിനെയും നേരിടാനുള്ള ഒരു കരുത്ത് നമുക്ക് ഭഗവാൻ തരും. ഇത് പരീക്ഷയുടെ ഏറ്റവും ഉന്നതമായ ഘട്ടമാണ്. എന്നാൽ ചില വ്യക്തികൾ ഇവിടെ വെച്ച് തൻ്റെ ഉത്തരത്തിൽ വളരെയധികം സംശയാലുവാകും. ഭഗവാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ ദുഃഖം തന്നു? ഞാൻ എങ്ങനെ കരുതിയതാണ്? എന്നെ ഭഗവാൻ ഇങ്ങനെ ശിക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ചിലതുകൾ ഇവിടെ സംഭവിക്കാനുണ്ട്. മനുഷ്യർ എത്ര ശ്രദ്ധിച്ചാലും ശരി, എന്തൊക്കെയോ നമുക്ക് ഉപരിയായിട്ടുള്ള ഒന്ന് ഇവിടെ സംഭവിക്കും. ആ സമയത്ത് അചഞ്ചലമായ ഭക്തിയോടുകൂടി ഭഗവാന്റെ കരങ്ങളിലേക്ക് മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ആ കഠിനമായിട്ടുള്ള നഷ്ടത്തിനിടയിലും നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റും. കാര്യം അധികം വൈകാതെ തന്നെ നിങ്ങളെ ശാന്തമാക്കുന്ന ഒരവസ്ഥ ഭഗവാൻ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശിവൻ നമുക്ക് നൽകുന്ന ചില പരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഭക്തിയുടെ തലത്തിൽ തന്നെ നിങ്ങൾ കാണുക. ചിലർ യുക്തിയുടെ തലത്തിലേക്ക് പോയി വീണ്ടും ശിവചൈതന്യത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. അത് അവരുടെ നിയോഗം എന്നേ പറയാനുള്ളൂ. ഭക്തിയുടെ രസത്തിലേറി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ജീവിതം എന്താണെന്നും ജീവിതത്തിൽ ദുഃഖം എന്താണ്, സുഖം എന്താണ് എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നിരിക്കും.
ഈ പരീക്ഷണങ്ങൾ അതിജീവിച്ചവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈശ്വര വിശ്വാസത്തിൻ്റെ ഏറ്റവും മകുട ഉദാഹരണങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.